ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ്. ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ചോദ്യം ഇതാണ്: റെയിൽവേ പരീക്ഷകളിൽ 40% കട്ട് ഓഫ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാം ക്ലിയർ ആവോ? അതായത് നിങ്ങളുടെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ളതാണ്. 100 മാർക്കിനാണ് NTPC നടക്കുന്നത്. 100-ൽ 40 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ NTPC നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇതേ ഒരു കാര്യം ഗ്രൂപ്പ് ഡിയിലും നിങ്ങൾക്ക് സംശയം വരാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സംശയം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എടുത്ത് മര്യാദയ്ക്കൊന്ന് വായിച്ചവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും. മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഫോർ എലിജിബിലിറ്റി ഇൻ വേരിയസ് കാറ്റഗറീസ്, അൺറിസർവ്ഡ്, EWS, OBC എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ കാറ്റഗറികളിൽ നിങ്ങൾ എലിജിബിൾ ആവാനായിട്ട് നിങ്ങൾ നേടേണ്ടുന്ന മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എന്ന് പറഞ്ഞ് RRB NTPCയിലും, ഇത് NTPCയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഗ്രൂപ്പ് ഡിയിലും സെയിം സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരേ സെന്റൻസ് തന്നെയാണ്, ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? വ്യത്യസ്തമായ കാറ്റഗറികളിൽ എലിജിബിൾ ആവാൻ നമ്മൾ നേടേണ്ടുന്ന മിനിമം പെർസെൻറ്റേജ്: അൺറിസർവ്ഡ് ആണെങ്കിൽ 40%, എക്കണോമിക്കലി വീക്കസ്റ്റ് സെക്ഷൻ 40%, OBC, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നിവർക്ക് 30%. പിന്നെ ഇത് എന്താ പറഞ്ഞിരിക്കുന്നത്? PWBD കാൻഡിഡേറ്റ്സിന്, അതായത് ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഒരു 2% ഇതിനകത്തുനിന്ന് വീണ്ടും, അതായത് അൺറിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പോൾ അയാൾ PWBD ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ മൂപ്പർക്ക് ഒരു 2% എന്ത് ചെയ്യും? അതിന് വീണ്ടും കുറച്ച് കൊടുക്കും. അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ഷോർട്ടേജ് ഓഫ് PWBD കാൻഡിഡേറ്റ്സ് അഗെയിൻസ്റ്റ് വേക്കൻസീസ് റിസർവ്ഡ് ഫോർ ദം, ആ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കുള്ള വേക്കൻസീസിൽ ആള് തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും അതിനകത്തുനിന്ന് ഒരു 2% കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്ന സംശയമായിരുന്നു, അങ്ങനെയാണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരാൾ 100 മാർക്കിന്റെ പരീക്ഷയിൽ 100-ന്റെ 40% എന്ന് പറയുമ്പോൾ 40 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ടയർ 1 ക്വാളിഫൈ ചെയ്യുമോ? ഞങ്ങൾക്ക് ടയർ 2 എൻട്രി കിട്ടുമോ? OBCയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരാൾ 100 മാർക്കിൽ 30 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ? ടയർ 1 ക്ലിയർ ചെയ്യുമോ എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ചോദ്യമായിട്ടുണ്ടായിരുന്നത്. വളരെ എന്താ പറയുക, ഞാൻ അതിന് ഉത്തരം ഞാൻ ഒത്തിരി വിഷമത്തോടുകൂടി തന്നെ പറഞ്ഞോട്ടെ. കാരണം പലരും ഈ ഒരു ആഗ്രഹത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവാന്ന് എനിക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന സത്യം, ഒരിക്കലും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ പെട്ട ഒരാൾ വെറും 40 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ക്വാളിഫൈ ആവാൻ പോകുന്നില്ല. OBCയിൽ പെടുന്ന ഒരാളോ SC ST കാറ്റഗറിയിൽ പെടുന്ന ഒരാളോ 30 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോകുന്നില്ല? നിങ്ങൾ ടയർ 1 ക്വാളിഫൈ ആവാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് RRB ഇങ്ങനെ ഒരു സാധനം തന്നിരിക്കുന്നത്? അൺറിസർവ്ഡിന് 40%, EWSന് 40%. ഇതെന്താ, ഞങ്ങളെ പറ്റിക്കാനാണോ? അല്ല, ഒരിക്കലും അല്ല. ഇത് ഒരു എന്താ പറയുക, ഒരു സേഫ്റ്റി ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയാം. മൊത്തം 100 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കും. മൊത്തം 100 വേക്കൻസിയാണ് RRB NTPCയിൽ ഉള്ളത്. 35,000 പരം ഉണ്ടെന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു വാല്യൂ പറയുന്നത്, 100 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 100 വേക്കൻസിയിൽ 40% കൂടുതൽ കിട്ടുന്ന എല്ലാവരെയും എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഈ 40 മാർക്കിൽ കൂടുതൽ ഒരുപാട് ആളുകൾ വരും. അപ്പം അത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ടയർ 2 നടത്തുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ RRB എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 40% കൂടെ RRBയുടെ കാൽക്കുലേഷൻ എല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു കട്ട് ഓഫ് കൂടി ഡിസൈഡ് ചെയ്യും. ആ കട്ട് ഓഫിന് മുകളിൽ കയറുന്നവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ടയർ 2 പോകുന്നുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ടയർ 2 കയറുന്ന എല്ലാ ആളുകൾക്കും എന്തുണ്ടാവും? 40% കൂടുതൽ മാർക്ക് ഉണ്ടാവും. പക്ഷേ 40% മാർക്കുള്ള എല്ലാവരും എങ്ങോട്ട് കയറണം എന്നില്ല? ടയർ 2 കയറണം എന്നില്ല. നമ്മുടെ ഈ ഓൾ ആസിഡ്സ് ആർ ഓൾ ബേസസ് ആർ ഓൾ ആൽക്കലീസ് ആർ ബേസസ് ബട്ട് ഓൾ ബേസസ് ആർ നോട്ട് ആൽക്കലീസ് എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലൊരു പരിപാടി തന്നെയാണ്. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. RRB പറഞ്ഞ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കയറുന്ന എല്ലാവർക്കും എന്തുണ്ടാവും? ഉറപ്പായിട്ടും 40% മാർക്കിൽ കൂടുതൽ ഉണ്ടാവും. പക്ഷെ 40% മാർക്കുള്ള എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല? RRBയുടെ ടയർ 2 കയറണമെന്നില്ല. കാരണം ഇത് ഞാൻ ജനറലിന്റെ കേസിൽ പറയുകയാണ്. ഇതിപ്പോൾ ഈ 100 വേക്കൻസീസ് ആണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും ഈ 100 വേക്കൻസീസിനകത്ത് കുറച്ച് അൺറിസർവ്ഡിനായിരിക്കും, കുറച്ച് EWSന് ആയിരിക്കും, കുറച്ച് OBCക്ക് ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജിന് മുകളിലുള്ളവർ എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ? കയറാൻ പോകുന്നുള്ളൂ. ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 100 വേക്കൻസി ഉണ്ട്. നമ്മൾ നോക്കി വരുന്ന സമയത്ത് ഇപ്പോൾ ഈ 100-ന്റെ 20 മടങ്ങ് ആളുകളെയാണ് ഇപ്പോൾ RRB എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ആലോചിക്കുക ടയർ 2. അത് അങ്ങനെ ഒരു ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ ഇവിടെ ഇല്ല. അതായത് 20,000 ആളുകളെയാണ്, അല്ലെങ്കിൽ 100-ന്റെ 20 മടങ്ങ് എന്ന് പറയുമ്പോൾ 2,000 ആളുകളെയാണ്, അല്ലെങ്കിൽ 20 മടങ്ങ് ആളുകളെയാണ് എടുക്കേണ്ടതെന്ന് ഒഫീഷ്യൽ എവിടെയും കണ്ടില്ല. പക്ഷേ സാധാരണ ഒരു നാട്ടു നടപ്പ് അങ്ങനെയാണ്. ടയർ 2 പൊതുവെ വേക്കൻസിയുടെ 20 മടങ്ങ് ആളുകളെയാണ് എടുക്കാറുള്ളത്. ആൻഡ് ഫൈനൽ റൗണ്ട് ഇന്റർവ്യൂലോട്ടോ ഇല്ലെങ്കിൽ അതുപോലത്തെ ഇപ്പോൾ നമ്മുടെ RRBയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലോട്ടൊക്കെ വരുന്ന സമയത്ത് 3 മടങ്ങ് ആളുകളെയാണ്, വേക്കൻസിയുടെ 3 മടങ്ങ് ആളുകളെയാണ് എന്ത് ചെയ്യാറുള്ളത്? പൊതുവെ എടുക്കാറുള്ളത്.
ചെയ്യാറുള്ളത്. ഇത് ഒഫീഷ്യലി ഇല്ല, ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും പാസ്റ്റിൽ ആ ഒരു അറിവും വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പം അങ്ങനെ നിങ്ങളത് കണ്ടാൽ മതി. അപ്പോൾ ഈ 2000 പേരെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ടയർ 2 എടുക്കേണ്ടതെന്ന് വിചാരിക്കുക. ഈ 2000 പേരിൽ ഇപ്പോൾ 40% ക്വാളിഫൈ ചെയ്ത വളരെ കുറച്ച് ആളുകൾ 1500 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ RRB എന്ത് ചെയ്യും, ഈ 2000 പേരെടുക്കില്ല, ഈ 1500 പേരെ എടുക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഒരിക്കലും അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ. 40% കൂടുതൽ കട്ട് ഓഫ് ഉള്ള 1.25 കോടിയോളം പരീക്ഷ എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ 40% കൂടുതലുള്ള ആളുകളെ ഉറപ്പായിട്ടും ഒരു മോർ ദാൻ 50% തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു തരത്തിൽ എന്താ പറയുക, ഒരു മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ചുമ്മാ RRB വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഈ ഒരു 40% വാങ്ങിച്ചതുകൊണ്ടോ ഈ ഒരു 30% വാങ്ങിച്ചതുകൊണ്ടോ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ RRB ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. ഇത് RRB RPF-ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു പല പരീക്ഷകളിലും ഇത് കാണാറുണ്ട്. ഇതൊരു മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ കയറുള്ളൂ. പക്ഷെ നമുക്ക് ഉറപ്പാണ് കട്ട് ഓഫ് എന്തായിരിക്കും, ഇതിനേക്കാളും വളരെ വളരെ കൂടുതലായിരിക്കും. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വട്ടം ട്രിവാൻഡ്രം RRBയുടെ കട്ട് ഓഫ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ഒരു 75 ആയിരുന്നു എന്നാണ് എൻ്റെ ടയർ 1-ലെ കട്ട് ഓഫ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ 40 മാർക്ക് എന്ന് പറയുമ്പോൾ ഈ 40-ഉം 75-ഉം തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ, 40% വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ പരീക്ഷയിൽ ഒരിക്കലും ടയർ 1 ക്ലിയർ ചെയ്ത് ടയർ 2 പോകാൻ പോകുന്നില്ല. പക്ഷേ ടയർ 2 ക്ലിയർ ചെയ്യുന്ന എല്ലാവർക്കും എന്തുണ്ടാവണമെന്നാണ് RRB പറഞ്ഞിരിക്കുന്നത്, അവർക്ക് ഓരോരുത്തർക്കും 40% കൂടുതൽ, അത് ജനറൽ ആണെങ്കിൽ 40, വേക്കൻസി അനുസരിച്ച് EWS ആണെങ്കിൽ 40, OBC ആണെങ്കിൽ 30, അതിനനുസരിച്ചുള്ള മാർക്ക് ഉണ്ടാവണം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, RRB പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അല്ലാതെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടയർ 2 കയറി, അല്ലെങ്കിൽ 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടയർ 2 കയറി എന്ന വ്യാമോഹം എവിടെ വേണ്ട, ആർക്കും വേണ്ട എന്നുള്ള സത്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ 40% കട്ട് ഓഫിൻ്റെയും 30% കട്ട് ഓഫിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇത് വാങ്ങിച്ച കാര്യം നടക്കില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പം ഇനി എന്ത് ചെയ്തേ പറ്റൂ, നല്ല മാർക്ക് വാങ്ങാനായിട്ട് വൃത്തിയായിട്ട് പഠിച്ചേ പറ്റൂ. ഇത് ഗ്രൂപ്പ് ഡിക്ക് വന്നാണ്. RPF-നും സെയിം സംഭവം ഉണ്ടായിരുന്നു. RPF-ന് എനിക്ക് 35% കണ്ടാണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല. എന്തായാലും ഈ ഒരു റേഞ്ച് തന്നെയാണ് എന്തുണ്ടായിരുന്നത്, വാല്യൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം വാല്യൂസ് കണ്ട് ആരും എന്ത് ചെയ്യേണ്ട, കൊതിക്കേണ്ട. ഇതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. ഇന്നത്തെ കോമ്പറ്റീഷനൊക്കെ വെച്ചിട്ട് ഈ 40% കിട്ടാത്ത ആരെങ്കിലും ഉണ്ടാവോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആളുകളുണ്ടാവും, ഒബ്വിയസ്ലി ആളുകളുണ്ടാവും. എനിക്കിൽ കൂടി ഞാൻ പറയാണ്, അത്രയും കുറവാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, കട്ട് ഓഫ് 40-ൽ താഴെ വരാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ RRB NTPC, RRB ഗ്രൂപ്പ് ഡി, അതുപോലെ തന്നെ SSC CGL CHSL ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട് വൈസ് ക്രാഷ് കോഴ്സസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ academisonline.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലോട്ട് കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളും അതിൻ്റെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് അവൈലബിൾ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നെല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതുവഴിയും വരാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തോളൂ, താഴെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ്. ഹാവ് എ നൈസ് ഡേ.